ഈ കുഞ്ഞൻ പാവയ്ക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. ആളെ നല്ല വെയിലുണ്ടെങ്കിലേ കാണാൻ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ആളെ കണ്ടുപിടിക്കൽ നല്ല ടാസ്ക്കാണ്. ഇനിയിപ്പോൾ പാവയ്ക്കകളെ കണ്ടാലോ കൈയോടെ പിടിച്ച് പാത്രത്തിലാക്കിക്കോണം. അല്ലെങ്കിൽ വല്ല പ്രാണികളും ഈച്ചയും ഒക്കെ കൊത്തിയത് നശിപ്പിക്കും. അങ്ങനെ ഞാനും ആമയും കൂടെ പറിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി. ആമ പിന്നെ ഉണ്ടാവുമല്ലോ കൂടെ. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് കാന്താരിമുളകും കുറേ പാവയ്ക്കകളും കുറച്ച് വഴുതനങ്ങി ഒക്കെ കിട്ടിയിട്ടോ ഇന്ന്. ഈ പാവയ്ക്ക പറിച്ചെടുക്കാൻ നല്ല രസമാണ്. കുഞ്ഞൻ പാവയ്ക്ക ആയതുകൊണ്ട് തന്നെ ചറപറാന്ന് പറിച്ചെടുക്കാം. ആമയും ഭയങ്കര സന്തോഷത്തിലാണ് എൻ്റെ കൂടെ പറിക്കാൻ വേണ്ടിയിട്ട് പുറകെ പാത്രവും കൊണ്ട് ഇങ്ങനെ നടക്കലാട്ടോ. ഇത്രയൊക്കെ പറിച്ചെങ്കിലും ഇനി എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും ഒളിഞ്ഞ് പാവയ്ക്കകളെ. അത് കഴിഞ്ഞ് വീണ്ടും മുറ്റത്തോട്ട് വന്നപ്പോൾ കുറച്ച് വഴുതനങ്ങ നിപ്പുണ്ടായിരുന്നു. ചെടിയ തോരപ്പനെങ്ങാണ്ട് മാന്തിയിട്ട് അല്പം മോശമായി തുടങ്ങി. എന്നാൽ പിന്നെ അതിനെ കൂടി പറിച്ച് പാത്രത്തിലാക്കി. ഒരു നാരങ്ങ കൂടെ കിട്ടിയിട്ടോ. പിന്നെ മുറ്റത്തിൻ്റെ സൈഡിൽ ഒരു 3-4 ബീൻസ് ചെടി നിപ്പുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നല്ല വിളഞ്ഞ ബീൻസുകളും നിപ്പുണ്ടായിരുന്നു. കണ്ടോ, ചിലതെല്ലാം ഉണ്ടല്ലോ ഈച്ചയോ ചാഴിയോ എന്തോ പറിച്ച് ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് കൊടുക്കണത് മോശമല്ലേ, നമുക്ക് എടുക്കേണ്ട ഒരു കടമയുണ്ടല്ലോ. അങ്ങനെ ഞങ്ങളതെല്ലാം പറിച്ച് ഡിഷിൻ്റെ അകത്താക്കി. ഇതാണ് കേട്ടോ ഫൈനൽ ഔട്ട്പുട്ട്.